ഹലോ ഗൈസ്, നമ്മൾ ഓസി എന്ന് പറയാറില്ലേ? എടാ നീ ഓസി അല്ലടാ എന്ന രീതിയിൽ പറയുമ്പോഴത്തേക്കും, അതായത് സ്വന്തം കയ്യിൽ കാശ് മുടക്കാതെ മറ്റുള്ളവരുടെ കയ്യിൽ കാശും കൊണ്ട് ജീവിതം ചിലവഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണല്ലോ നമ്മൾ പൊതുവെ ഓസി എന്ന് പറയുന്നത്. അല്ല, ഈ ഓസി എന്ന വേർഡ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മലയാളം വേർഡല്ല. അതിലേക്കുള്ള കഥ ഞാൻ പറയാം. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം പുറത്ത് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ലൊക്കെ കളക്ട് ചെയ്തിട്ട് കമ്പനിയുടെ ചിലവിലാണ്, അതായത് ഓൺ കമ്പനി ഓസി എന്ന വേർഡ് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ബില്ല് സബ്മിറ്റ് ചെയ്താൽ ആ ക്യാഷ് തിരിച്ച് കിട്ടും, കമ്പനി അത് പേ ചെയ്തു. അങ്ങനെയാണ് ഓസി എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവന്മാരെന്താ ചെയ്തതെന്നറിയോ? ഇവന്മാർ പിന്നെ പുറത്തേട്ട് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്തുകൂടായ്പ പരിപാടി, ഇപ്പോൾ ഒരു കാമുകിനെ കാണാൻ പോയാൽ പോലും ഓൺ കമ്പനി ഓസി എഴുതി കൊടുക്കും. അതെ, ഓൺ കമ്പനിയാണല്ലോ കാമുകിനെ കാണാൻ പോകുന്നത്. അങ്ങനെ ഈ ഊടായ്പ പരിപാടികളൊക്കെ കമ്പനി പിടിച്ചതോടുകൂടി ഈ ഓസി എന്ന പരിപാടി അവരങ്ങ് നിർത്തലാക്കി. അതാണ് നമ്മുടെ ഓസി എന്ന വേർഡിൻ്റെ ചരിത്രം. പക്ഷേ നമ്മളിവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, സെയിം മീനിങ് ഒക്കെ തന്നെയാണ് വരുന്നത്. മറ്റുള്ളവരെ ഊറ്റി ജീവിക്കുക, മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ നിങ്ങൾക്കും ഇടയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഉണ്ടാവും നീ ഓസിയിലടാ, നീ ഓസിയിലടി എന്ന് പറയുന്നവർ.